എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യം ഹരിഹര വിരിഞ്ചാദിഭിരവി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര വിരചിതമായ സൗന്ദര്യലഹരി എന്ത് രസമാണ് അത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, അതിൻ്റെ ഓരോ ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ മനസ്സിലുണ്ടാകുന്ന അതൊരു അവർണ്ണനീയമാണ്. നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം, എന്താണ് ഒരു അനുഭൂതിയാണ് നമുക്ക് നൽകുന്നത്. ഞാൻ കരുതുന്നത് ഇതൊരു സുഹൃതമാണ്. നമുക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആ ഒരു വേദിയിലൂടെ നമുക്ക് ഈ സൗന്ദര്യലഹരി പഠിക്കുവാൻ കഴിയുന്ന ഒരു ദേവിയുടെ ഒരു അനുഗ്രഹം, നമ്മുടെയൊക്കെ സുഹൃതം, നമ്മൾക്ക് ജന്മ സുഹൃതം ചെയ്തവരെന്ന് കരുതാം. കാരണം ഇതൊക്കെ പഠിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഈ പുസ്തകം തന്നെ പല പ്രാവശ്യമായിട്ട് ഇവിടെ നമ്മുടെ അലമാരയിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും പലരും അതൊന്നും കണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു അവസരം നമുക്ക് വന്നെത്തിയിരിക്കുകയാണ്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ സൗന്ദര്യലഹരി, അതായത് നമ്മുടെ അഹം ബ്രഹ്മാസ്മിയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ അത് പറഞ്ഞു തരുമ്പോൾ അത് വളരെ രാവിലെ അത് ചൊല്ലുമ്പോൾ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഒരു അനുഭൂതി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവർണ്ണനീയം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടനെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊള്ളുന്നു. ഇന്ന് അഹം ബ്രഹ്മാസ്മിയുടെ 44 സെഷനാണ്. ജയശങ്കര. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയശങ്കര. 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 അജ്ഞാനാന്തർഗഹന പതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതപശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടപിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യദ്ഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹ ജനനി സഞ്ജന്തി യദിയഃ സകർത്താ കാവ്യാനാം ഭവതി മഹതം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവി വദനകമലാമോദമധുരൈ. ഓം ഹരിശ്രീ ഗണപതായേ നമഃ. അവിഘ്നമസ്തു. ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളാൽ വിരചിതമായിരിക്കുന്ന സൗന്ദര്യലഹരി എന്ന തന്ത്രശാസ്ത്രങ്ങളുടെ സാരസർവം ഉൾക്കൊള്ളുന്ന അനാദൃശ്യമായ ഒരു കാവ്യമാണ് എന്ന് നാം പറയുകയുണ്ടായി. അർത്ഥമറിഞ്ഞ് പഠിക്കുവാനുള്ള പരിശ്രമത്തിലാണ് നാം ഇപ്പോൾ. അങ്ങനെ അർത്ഥമറിഞ്ഞ് പഠിക്കുന്നതിനോ പരിചയപ്പെടുന്നതിനുമായിട്ട് നമ്മൾ 90ഓളം ശ്ലോകങ്ങളെ ഇതിനു മുൻപ് പരിചയപ്പെടുത്തി. ഇന്ന് നമുക്ക് 91ാമത്തെ ശ്ലോകമാണ് ചിന്തിക്കാനുള്ളത്. 91ാമത്തെ ശ്ലോകം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പദന്യാസക്രീഡാ പരിചയമിവാരബ്ധു മനസ സ്ഖലന്തസ്തേ ഖേലം ഭവനകളഹംസാനജഹതി അതഃ സ്തേഷം ശിക്ഷാം സുഭഗമണിമഞ്ജീരരണിത ഛലാദാജക്ഷാണം ചരണകമലം ചാരുചരിതേ. സുഭഗമണിമഞ്ജീരരണിതച്ഛലാദാജക്ഷാണം ചരണകമലം ചാരുചരിതേ. എന്താണ്?
പദന്യാസക്രീഡാ പരിചയമിവാരബ്ധു മനസ സ്ഖലന്തസ്ഥേ ഖേലം ഭവനകലഹംസ ന ജഹതി അധസ്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരരണിതച്ഛലാദാജക്ഷാണം ചരണകമലം ചാരുചരിതേ. ചാരുചരിതേ എന്നാണ് ദേവിയെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. എന്താണ് ചാരുചരിതേ? അപ്പോ ചരിതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചരിതങ്ങളായ അല്ലെങ്കിൽ ലോകോത്തരങ്ങളായ ശ്രേഷ്ഠമായ ചരിതങ്ങളോട് കൂടിയിരിക്കുന്ന അലയോ ഭഗവതി എന്ന് ചിന്തിക്കാം. അതല്ലെങ്കിലോ മനോഹരമായിരിക്കുന്ന വളരെ ചരിതയാർന്ന ചലനങ്ങളോട് കൂടിയിരിക്കുന്ന വളരെ മനോഹരമായ നടത്തമുള്ള അലയോ ദേവി എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇവിടെ കൂടുതലും മനോഹരമായ ചലനത്തോടു കൂടി എന്ന വ്യാഖ്യാനമാവും കുറച്ചുകൂടി ഉത്തമം. കാരണം എന്താണ് പറഞ്ഞിരിക്കുന്നത്? പദന്യാസക്രീഡ എന്നാണ്. അപ്പോ പദന്യാസക്രീഡ കാലടികള്, ആ ദേവിയുടെ പദന്യാസ ക്രീഡ, കാൽവെപ്പാകുന്ന ക്രീഡയിലുള്ള പരിചയം. അപ്പൊ ദേവി നടക്കുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് നടക്കുന്നത് എന്നാണ്. സാധാരണ സുന്ദരികളായ സ്ത്രീകൾ എങ്ങനെ നടക്കുന്നു എന്നൊക്കെ പല രീതിയിൽ വർണ്ണിക്കുന്നുണ്ടല്ലോ. അപ്പം വളരെ മനോഹരമായിട്ട് ആലസ്യമണ്ട് മുഖമൊട്ട് കുനിച്ചു വേർത്ത എന്നൊക്കെ വള്ളത്തോളം എഴുതിയിരിക്കുന്നത് പോലെ വളരെ ഭംഗിയായിട്ട് ആലസ്യത്തോടു കൂടി നടക്കുന്ന ഒരു നടപ്പ്, വളരെ മനോഹരമായിട്ട് ദേവിയുടെ പദവിന്യാസക്രമം, ഓരോ കാൽവെപ്പുകളും വളരെ മനോഹരമുള്ളതാണ്. അപ്പൊ അതാണ് പദന്യാസക്രീഡ പരിചയം ഇവാരബ്ധു മനസ. എന്താണ് ആരബ്ധു മനസ? ഇവ ആരബ്ധു മനസ എന്ന് വെച്ചാൽ സമ്പാദിക്കുവാനുള്ള മനസ്സുമായിട്ട് ദേവിയുടെ ആ നടപ്പ് എങ്ങനെയാണോ ദേവി നടക്കുന്നത്, വളരെ ചരുതയാർന്ന രീതിയിലാണ് ദേവിയുടെ പദവിന്യാസക്രമം. ആ പദന്യാസക്രമത്തെ അതുപോലെ പിന്തുടരണം, അതുപോലെ തന്നെ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അതാണ് പദന്യാസക്രീഡ പരിചയമിവാരബ്ധു മനസ. ആ കാൽവെപ്പാകുന്ന ദേവിയുടെ കാൽവെപ്പാകുന്ന ആ ക്രീഡയിലുള്ള ആ പരിചയത്തെ ആരബ്ധു മനസ, അഭ്യസിക്കുന്നതിനുള്ള ആഗ്രഹം, അതാണ് മനസ്സ. ആരബ്ധു വെച്ചാൽ അഭ്യസിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ലഭിക്കുന്നതിനുള്ള മനസ്സ, ആഗ്രഹത്തോടു കൂടി. ആരാണ്? ഭവനകലഹംസ ന ജഹതി എന്നാണ്. ഭവനകലഹംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഖലന്തസ്തേഖേലം ഭവനകലഹംസ ന ജഹതി. ഭവനകളഹംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ വളർത്തുന്ന അരയന്നങ്ങൾ എന്ന് ഒരു ചിന്തയാവാം. അതല്ലെങ്കിലെങ്കിലോ ദേവിയെ ബ്രഹ്മാണ്ടത്തിൻ്റെയും പിണ്ടാണ്ടത്തിൻ്റെയും എല്ലാം പ്രപഞ്ചമെല്ലാം ദേവിയിലാണ് എന്ന് ഉൾക്കൊള്ളുന്നു എന്ന ചിന്തയിലൂടെ നമ്മൾ താത്വികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളായ ഉപാസകർ ആണ് ഈ അരയന്നങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പൊ ഭവനകളഹംസ, വീട്ടിൽ വളർത്തപ്പെടുന്ന അരയന്നങ്ങൾ എന്താണ്? സ്ഖലന്ത സ്തേഖേലം എന്നാണ്. സ്ഖലന്ത എന്ന് പറഞ്ഞതാണ് തന്നെത്താനെ അല്ലെങ്കിൽ വഴുതുന്ന, കാല് ഇടറുന്നു എന്നാണ്. അപ്പൊ ദേവിയുടെ കാൽപാദങ്ങളെ അതേപോലെ തന്നെ വയ്ക്കുവാനായിട്ട് കാൽച്ചുവടുകൾ എങ്ങനെയാണോ ദേവി വയ്ക്കുന്നത്, അങ്ങനെ തന്നെ ആ പരിചയം അതിനെ കണ്ടുകൊണ്ട് അതുപോലെ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ദേവിയുടെ കാൽപാദങ്ങളെ പിന്തുടർന്ന് നടക്കുന്ന ആ ഭവനകളഹംസങ്ങൾ, ഭവനത്തിൽ വളർത്തുന്നതായിരിക്കുന്ന അരയനങ്ങള് എന്തു ചെയ്യുന്നു? സ്ഖലന്തസ്തേഖേലം. അതായത് ആ തേ നിന്തിരവടിയുടെ ആ പുറകിൽ നടന്നു വരുമ്പോൾ സ്ഖലന്തം എന്ന് വെച്ചാൽ കാല് ഇടറുന്നു, വഴുകി പോകുന്നു എന്നുള്ളതാണ്. ഇടറുന്ന ചുവടുകളോടുകൂടിയാണ് തേ ഖലം നഹ ജഹതി. അങ്ങനെയാണെങ്കിൽ പോലും ന ജഹതി ജഹതി എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക, ന ജഹതി ഉപേക്ഷിക്കാതിരിക്കുക. എന്താണ്? ആ ദേവിയുടെ ആ ഖലം എന്ന് പറഞ്ഞാൽ എന്താണ്? വിലാസപൂർണമായിരിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ആ ഗതിയെ, അതാണ് ആ ഗതിയെ ന ജഹതി ഉപേക്ഷിക്കുന്നില്ല എന്നാണ്. സ്ഖലന്തസ്തേഖേലം ഭവനകലഹംസ ന ജഹതി. പിന്നീടോ അധസ്തേഷാം ശിക്ഷാം സുഭഗമണി. അപ്പൊ അത
എന്ന് പറഞ്ഞാൽ എന്തുവാ? അതുകൊണ്ട് അതാ സ്തേഷാം ശിക്ഷാം സുഭഗമണി മഞ്ജീരരണിതാം. അതുകൊണ്ട് ആ ചരണകമലങ്ങള്, ദേവിയുടെ ആ പാദകമലങ്ങള് സുഭഗമണി മഞ്ജീരരണിതച്ഛലാത് എന്നാണ്. അപ്പൊ സുന്ദരങ്ങളായിരിക്കുന്ന ശബ്ദമുണ്ടാക്കുന്ന, അതാണ് സുഭഗമണി മഞ്ജീരം. സുന്ദരങ്ങളായ ശബ്ദത്തോടു കൂടി. എങ്ങനെയാണ്? കാലില് ഈ ചിലങ്ക ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ചെറിയ നാദമുണ്ട്. വളരെ മനോഹരമായിരിക്കുന്ന നാദം, ഉപാസകന്മാർക്ക് അറിവ് നൽകുന്ന, ജ്ഞാനം നൽകുന്നതായിട്ടുള്ള നാദം. അപ്പൊ ഇവിടെ കളഹംസങ്ങളും ആ എങ്ങനെയാണ് അതിനെ പറയുന്നത്? രണിതഛലാത്. ആ നൂപുരങ്ങളാണ്, ദേവിയുടെ നൂപുരങ്ങളാണ്. പക്ഷെ എന്നിരുന്നാലും അത് വ്യാജേന, രണിത ഛലാത്. ഛലാത് വ്യാജേന, അത് നൂപുരങ്ങളാണ് എന്നുള്ള വ്യാജേന എന്നാണ് പറയുന്നത്. നൂപുരത്തിന്റെ സാധാരണ ശബ്ദം മാത്രമേ ഉള്ളൂ എന്ന് വ്യാജേന. പക്ഷെ അങ്ങനെയല്ല. എന്താണ്? ആ മണിമഞ്ജീരങ്ങളുടെ കുലുക്കം തേഷാം ശിക്ഷാം എന്നാണ്. തേഷാം ശിക്ഷാം, അവയ്ക്ക് ശിക്ഷാം, ശിക്ഷയെ, അഭ്യാസത്തെ ആചക്ഷാണാം എന്നാണ്. സുഭഗമണി മഞ്ജീരരണിത ഛലാദാചക്ഷാണാം. ആചക്ഷാണാം എന്ന് പറഞ്ഞാൽ എന്താണ്? ആചക്ഷാണാം ഇവ. ആചക്ഷാണാം എന്ന് പറഞ്ഞാൽ ഇവയെ ഉപദേശിക്കുന്നതാണോ എന്നാണ്. എങ്ങനെയാണ് ദേവിയുടെ ചലനങ്ങളെ അതുപോലെ നടക്കേണ്ടത്, അതിനു വേണ്ടി ഉപദേശിക്കുന്ന ശബ്ദങ്ങളാണ് എന്ന് തോന്നുന്നു. അപ്പൊ വ്യാജേനയാണ് എന്തെന്ന് പറയുന്നത്? ദേവിയുടെ നൂപുരങ്ങൾ മാത്രമാണ് എന്ന് പറയുന്നത് എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മൾ മിലിറ്ററിയിലൊക്കെ ആണെങ്കിലും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ, അപ്പൊ ആ പദവിന്യാസക്രമമുണ്ട്. പട്ടാളക്കാർ മാർച്ച് ചെയ്യുമ്പോൾ അതിനൊരു ശബ്ദം കൊടുത്തുകൊണ്ടാണ്. അത് ആ തെറ്റാതിരിക്കുവാൻ വേണ്ടി, അവരുടെ മാർച്ച് തെറ്റാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് റൈറ്റ്ന്നോ ഏക് ദോ എന്നോ അങ്ങല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള വളരെ ക്രമമായിട്ട് ഉച്ചരിച്ചു കൊടുക്കും. അപ്പൊ എന്താണ്? അവയെ ശിക്ഷിപ്പിക്കുകയാണ്, നമ്മളുടെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെയും പറയുന്നത്. ആ സുന്ദരങ്ങളായ മണിമഞ്ജരങ്ങളുടെ കിലുക്കം എന്ന വ്യാജേന. ദേവിയുടെ നൂപുരങ്ങളുണ്ട്. ആ നൂപുരങ്ങൾ നടക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നു. സാധാരണ നൂപുരങ്ങളുടെ ശബ്ദം എന്ന വ്യാജേന എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതന്നെ സാധാരണ അത് ആ ശബ്ദം എന്ന് ചിന്തിക്കുന്നത് വെറും വ്യാജമാണ്. സത്യത്തിൽ വെറും ശബ്ദം മാത്രമല്ല. അതെന്താണ്? തേഷാം തേഷാം ശിക്ഷാം എന്നാണ്. തേഷാം ശിക്ഷാം ആചക്ഷാണാം എന്നാണ്. അപ്പൊ അവ ദേവി എന്താണ്? ട്രെയിൻ ചെയ്യിക്കുകയാണ് അരയന്നങ്ങളെ. ആ ദേവിയുടെ നൂപുരങ്ങളുടെ ധ്വനി കൊണ്ട് ആ അരയന്നങ്ങള്, ഭവനകളഹംസങ്ങള് ട്രെയിൻഡ് ആവുകയാണ്. ആചക്ഷാണാം, അത് ആ നൂപുരങ്ങളുടെ ശബ്ദം ഇവരെ ഉപദേശിക്കുന്നുവോ എന്ന് തോന്നുമാറാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ലോകപര്യന്തം പ്രശസ്തമായിരിക്കുന്ന സൗന്ദര്യത്തോട് കൂടിയിരിക്കുന്നതിനാൽ അതുപോലെ തന്നെ മനോഹരങ്ങളായ ചരിതങ്ങൾ, ഞാനിത് പറഞ്ഞു, ചരണകമലം ചാരുചരിതേ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവിയുടെ വളരെ മനോഹരങ്ങളായിരിക്കുന്ന ചരിത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സൗന്ദര്യത്തോടു കൂടിയ മനോഹരങ്ങളായ ചരിതങ്ങളോട് കൂടിയവളെ എന്നാവാം. അതല്ലെങ്കിൽ അല്ലയോ ഭഗവതി, അമ്മയുടെ ആ കാൽപാദങ്ങളെ നിലത്ത് ചവിട്ടുന്നത് ചാരുത മനോഹരം, ചരിതം വളരെ നന്നായിട്ട് നടക്കുന്നു എന്നുള്ളതാവാം. അപ്പൊ മനോഹരമായ കാൽപദങ്ങളുടെ വിന്യാസക്രമത്തോടു കൂടിയിരിക്കുന്ന അല്ലയോ നിന്തിരുവടി, അമ്മയുടെ ആ ഭവനകളഹംസങ്ങളിൽ അരയന്നങ്ങള് അമ്മയുടെ പുറകെ കാൽവയ്ക്കുവാനുള്ള പരിചയസമ്പന്നത നേടുവാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാലുകൾ വഴുതി വീറുന്നു. അതാണ് സ്ഖലന്തസ്ഥേഖേലം ഭവനകളഹംസാനജഹതി. എന്നാൽ പോലും അവര് അങ്ങനെ ഇടതെറ്റി വീഴുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ തെന്നി വീഴുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും ഉപേക്ഷിക്കുന്നില്ല. നമ്മളിപ്പം ആൾക്കാർ വലിയ വലിയ ഈ പൊക്കമുള്ള ചെരുപ്പുകളൊക്കെ ഇട്ടു അതിൽ കയറി തെന്നി വീഴും, വീണ്ടും വീണ്ടും അതിട്ട് പ്രാക്ടീസ് ചെയ്ത് നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ദേവിയുടെ കാൽപാദങ്ങളുടെ പുറകെ നടക്കുവാൻ ഈ ഹംസങ്ങൾക്കാവുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ആ ദേവിയുടെ നൂപുരങ്ങളുടെ സുഭഗമണി മഞ്ജീരരണിതച്ഛലാദാജക്ഷാണാം ചരണകമലം ചാരുചരിതേ. അപ്പൊ കാലുകള് ആ ദേവിയുടെ കാൽപാദങ്ങളില് നിലത്ത് ചവിട്ടുന്നത് വളരെ താളാത്മകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് പോലെ, വളരെ മാർച്ച് ചെയ്ത് പോകുന്ന പോലെ, അല്ലെങ്കിൽ വളരെ മനോഹരമായ ആ ചലനങ്ങളാണ്. അങ്ങനെ താളാത്മകമായ ആ ചലനം, അതിൻ്റെ ആ ശബ്ദം കേട്ടുകൊണ്ട് ഈ ഭവനകളഹംസങ്ങൾ
പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ദേവിയുടെ ഈ പാദങ്ങൾ അതേപോലെ തന്നെ നടക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പം ശിക്ഷണം കൊടുക്കുകയാണ്. അതസ്തേഷാം ശിക്ഷാം തേഷാം ശിക്ഷാം. അപ്പൊ ഈ മഞ്ജീരങ്ങളുടെ നൂപുരങ്ങളുടെ ധ്വനി ഭക്തജന ഉപാസകന്മാർക്ക് അല്ലെങ്കിൽ അരയന്നങ്ങളെ ശിക്ഷണം ചെയ്യുകയാണ് എന്നാണ്. അപ്പൊ ഈ പദക്രീഡാ പരിചയം കണ്ടിട്ട് ഗൃഹാസക്തരായ അരയന്നങ്ങൾ തങ്ങൾക്കും ഇത് കണ്ട് പഠിക്കണം എന്ന രീതിയിൽ ദേവിയുടെ പുറകെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭഗവതിയുടെ വേറൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഭഗവതിയുടെ പദക്രീഡ അത് ലോകങ്ങളുടെ സൃഷ്ടിക്ക് ഉതകുന്ന ക്രീഡയാണ് എന്ന് നാം ഇതിനു മുമ്പ് പഠിക്കുകയുണ്ടായി അല്ലേ. അനുഗ്രഹം എന്ന കാര്യം നടക്കുമ്പോൾ മാത്രമാണ് പഞ്ചകൃത്യ പരായണ എന്ന് നാം പഠിച്ചു. പഞ്ചകൃത്യങ്ങൾ എന്താണ്? സൃഷ്ടി, സ്ഥിതി, ലയം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അനുഗ്രഹത്തിലോട്ട് വരുന്ന ഭാഗമാണ്. അപ്പൊ ദേവി ഭഗവതിയുടെ പദക്രീഡ ലോകങ്ങളുടെ മുഴുവൻ സൃഷ്ടിക്ക് തന്നെ ക്രീഡയാണ്. അപ്പം സൃഷ്ടി എന്ന് പറയുന്നത് ഭഗവതിക്ക് ഒരു ലീലയാണ്, അല്ലെങ്കിൽ ദേവിയുടെ മംഗളകരമായ ഒരു കാര്യമാണ്. ആ സൃഷ്ടിതന്ത്രത്തിൻ്റെതായിരിക്കുന്ന ആ ബ്രഹ്മത്തിൻ്റെതായിട്ടുള്ള ആ രഹസ്യം ലോകർക്ക് ഉപദേശിക്കുന്ന മന്ത്രമാണ് ഈ നൂപുരശിഞ്ചിതം എന്നാണ്. അപ്പൊ അരയന്നങ്ങൾ, അപ്പൊ താത്വികമായി ചിന്തിക്കുമ്പോൾ അരയന്നങ്ങള് ജീവാത്മാക്കളാണ്. ഞാൻ പറഞ്ഞു ഉപാസകന്മാര് നല്ല ഭക്തന്മാരായിരിക്കും, അല്ലെങ്കിൽ ഉപാസകന്മാരാണ് അരയന്നങ്ങള് എന്ന് പറയുന്നത്. അപ്പം ജീവാത്മാക്കളായ അരയന്നങ്ങളാണ്. എല്ലാ ജീവാത്മാക്കൾക്കും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യവിദ്യ, അതായത് ആ വേദാന്ത വിദ്യ ഉപദേശിക്കുന്നതാണ് നൂപുരശിഞ്ചിതം, അല്ലെങ്കിൽ ദേവിയുടെ ആ കാലിൽ കിടക്കുന്ന ചിലങ്കകളുടെ ശബ്ദം. അത് മാത്രമല്ല, അതിന് ആധാരമായിരിക്കുന്ന പാദവും. അപ്പോൾ അദ്വൈത സങ്കല്പത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന മനോഹരമായ ഒരു ആശയമാണ് ശങ്കരാചാര്യ സ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലളിതാ സഹസ്രനാമത്തില് എന്താണ് ഒരു ഇതുണ്ടല്ലോ, ശിഞ്ചാനമണി മണ്ടീര ശിഞ്ചാനമണി മഞ്ചീര മണ്ഡിത ശ്രീപദംബുജ എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നീടോ അത് മാത്രമല്ല, മരാളി മന്ദഗമന എന്നുമുണ്ട്. അപ്പൊ മരാളി മന്ദഗമന, അപ്പൊ അരയന്നങ്ങളെ പോലെ മന്ദമായിട്ടല്ല. അപ്പൊ മരാളി മന്ദഗമന ചിഞ്ചാനമണി മഞ്ചീര മണ്ഡിത ശ്രീപദംബുജ. അപ്പം ലളിതാ സഹസ്രനാമത്തില് ഈ അലങ്കാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അരയന്നങ്ങൾ ദേവിയിൽ നിന്ന് ചരണവിന്യാസ ലീല അഭ്യസിക്കുന്നതായിട്ട് വർണ്ണിച്ചിരിക്കുന്നതിനാൽ നാം ദേവിയുടെ ആ ചലന സൗന്ദര്യം സൂചിതമാക്കുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ചാരുചരുതേ എന്നുള്ളത് ദേവിയുടെ ആ നടപ്പിനെ കുറിച്ച് തന്നെ ആയിരിക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. അപ്പോ എന്താണ് മനോഹരം ആ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാല്, പദന്യാസക്രീഡാ പരിചയമിവാരബ്ധു മനസ സ്ഖലന്തസ്തേ ഖേലം ഭവനകളഹംസാന ജഹതി അതസ്തേഷാം ശിക്ഷാം സുഭഗമണി മഞ്ജീരണിതച്ഛലാദാജക്ഷാണം ചരണകമലം ചാരുചരിതേ. അപ്പൊ മനോഹരമായ ചലനത്തോടു കൂടിയിരിക്കുന്ന അലയോ ദേവി, അമ്മേ, നിന്തിരുവടിയുടെ ഭവനത്തിൽ വളർത്തപ്പെടുന്നതായിട്ടുള്ള ആ കളഹംസങ്ങള്, പദന്യാസക്രീഡ, ആ ദേവിയുടെ ആ വളരെ ചാരുതയോടുകൂടിയുള്ള ദേവിയുടെ പദക്രമങ്ങള്, എങ്ങനെയാണോ കാൽവെപ്പുകള് അഭ്യസിക്കുന്നതിന് വേണ്ടി പിന്തുടർന്ന് നടക്കുന്നു. അപ്പോൾ എന്താണ്, ആ ഇടറുന്ന പാദങ്ങളോടുകൂടിയാണെങ്കിലും നിന്തിരുവടിയുടെ ആ സവിലാസങ്ങളായ അതിമനോഹരങ്ങളായ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഖേലം, സ്ഖലന്തസ്തേ ഖേലം ഭവനകളഹംസാനം ജഹതി. അവ കാല് ഇടറുന്നു, എന്നാൽ പോലും അമ്മയുടെ ആ വളരെ വിലാസപൂർണമായിരിക്കുന്ന നടത്ത് ഉപേക്ഷിക്കുവാൻ ശ്രമിക്കുന്നില്ല. ന ജഹതി എന്നാണ്, ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നിന്തിരുവടിയുടെ പിന്നീടോ ഈ ചരണകമലം അതിമനോഹരമായ നൂപുരധ്വനി മണിമഞ്ജീരരണിതം എന്നാണ്. നൂപുരധ്വനി എന്ന വ്യാജേന കളഹംസങ്ങളെ, ഈ അരയന്നങ്ങളെ നടത്തം അഭ്യസിക്കുന്നുവോ എന്ന് തോന്നുന്നു എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അപ്പോ
ഇതിന് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ലോക ലോക സൃഷ്ടിക്ക് തന്നെ കാരണഭൂതമായിരിക്കുന്ന ദേവി എന്നും അങ്ങനെയുള്ള ഒരു ചിന്താപദ്ധതി പറയുകയുണ്ടായി. അല്ലെങ്കിൽ ഇവിടെ അരേന്യങ്ങൾ ഉപാസകർ എന്ന രീതിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. അതുമാത്രമല്ല, അരേന്യങ്ങൾ ഭവനകളഹംസങ്ങൾ, ഭവനത്തിൽ വളർത്തുന്ന അരേന്യങ്ങൾ, ഹംസങ്ങൾ എന്നും നാം ചിന്തിക്കുകയുണ്ടായി. ഇതിനെല്ലാം ഉപരിയായിട്ട് മറ്റു ചില ആചാര്യന്മാര് ഇതിൻ്റെ വേറൊരു വ്യാഖ്യാനം ഈ ഭവനകളഹംസം എന്ന് പറയുന്നതിന് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. എന്താണ് ഭവനകളഹംസ എന്നതിൽ ഈ ഭവനം എന്ന് പറയുന്ന ശബ്ദം എന്താണ്? ഇത് ശ്രീചക്രത്തെ കുറിക്കുന്നു എന്നാണ്. നമ്മൾ പഠിച്ചു ദേവി എവിടെയാണ് വസിക്കുന്നത്? സഹസ്രാരേ പത്മേ സഹരഹസി എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി നമ്മൾ ആ ശ്ലോകങ്ങളിലൂടെ നമുക്ക് വരാം. നമ്മൾ 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് എന്താണ്? അത് തന്നെ. ക്ഷിതൗ ഷഡ്പഞ്ചാശദ് ദ്വിസമധിക പഞ്ചാശദുദകേ ഹുദാശേ ദ്വാഷഷ്ടി ചതുരധിക പഞ്ചാശദനിലേ ദിവി ദ്വിഷഷ്ട്രിംശന്മനസി ചതുഷ്ഷഷ്ടിരിതിയേ മയൂഖാസ്തേഷാം അപ്യുപരി തവ പദാംബുജയുഗം എന്നാണ്. അപ്പോ എല്ലാ ശക്തികളെയും ഇതിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ പ്രപഞ്ചത്തെ ശരീരമായിട്ടും ശ്രീചക്രം അപ്പം എന്താണ് പ്രപഞ്ചത്തിലെ ശരീരമായിട്ട്, അല്ലെങ്കിൽ പ്രപഞ്ചത്തെയും ഈ പറഞ്ഞ ബ്രഹ്മാണ്ടം എന്ന് ഞാൻ പറയുന്നുണ്ട്, ബ്രഹ്മാണ്ടത്തെയും പിണ്ടാണ്ടം ശരീരമാണല്ലോ, ഇതിലെല്ലാം തന്നെ ശ്രീചക്രം പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോ ശരീരത്തിലാണെങ്കിലോ സഹസ്രാര പത്മസ്ഥാനത്തും ശ്രീചക്രത്തെ നാം വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോ സഹസ്രാര പത്മത്തിൽ കന്യകാസ്ഥാനത്തുള്ള ആ ബിന്ദു അത് ചിശക്തി ആയിരിക്കുന്ന ത്രിപുരസുന്ദരിയുടെ ആസ്ഥാനമായിട്ട് വിവരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടാതെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇതിനകത്ത് മൂലത്രികോണങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ? ക്ഷിതൗ ഷഡ്പഞ്ചാശദ്വിസമധിക പഞ്ചാശദുദകേ ഹുദാശേ ദ്വാഷിഷ്ടശ്ചതുരധിക പഞ്ചാശദനിലേ ദിവി ദുഷ്ടംഷ്ടിത്രിൻസന്മനസി ചതുഷ്ഷഷ്ടിരിതിയേ മയൂഖാസ്തേഷാം അപ്യുപരിതപ പദം ഭുജയുഗം. നമ്മൾ ഇതിനു മുമ്പ് പറയുകയുണ്ടായി അല്ലേ? എത്ര കിരണങ്ങളാണ്? 108 കിരണങ്ങളെന്നും 56 കിരണങ്ങൾ മൂലാധാരത്തിലെന്നും 32 കിരണങ്ങൾ സ്വാധിഷ്ഠാനത്തിലെന്നും ഇങ്ങനെ ഓരോ കിരണങ്ങളെ കുറിച്ച് വളരെ മനോഹരമായിട്ട് നാം വർണ്ണിക്കുക. അങ്ങനെ പിന്നീടോ ഈ ശക്തികളെല്ലാം കാലത്തെ പ്രതിനിധാനം ചെയ്യുന്ന 360 മയൂഖങ്ങളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത്. അപ്പൊ ഇത് തന്നെയാണ് ശ്രീചക്രം എന്നാണ്. അപ്പൊ സഹസ്രാര ചക്രത്തിൽ ബിന്ദുസ്ഥാന സ്ഥിതി ചെയ്യുന്ന പരാശക്തിയായിരിക്കുന്ന ആ ജഗന്മാതാവിൻ്റെ തൃപ്പാദങ്ങളാണ് എന്നീ നമ്മൾ 13ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചിരിക്കുന്നു. അപ്പോൾ ദേവിയുടെ വാസസ്ഥലം എന്ന് പറയുന്നത് സഹസ്രാര പത്മമാണ്. അപ്പൊ ഇവിടെ ആ ശ്രീചക്രമാണ് ഭവനം എന്നുദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചിന്ത. പിന്നീടോ അപ്പൊ ഞാൻ ആ ശ്ലോകം ചൊല്ലാൻ കാര്യം, കളഹംസം എന്ന് പറയുമ്പോൾ ഈ കളഹംസങ്ങള് ഈ പറയുന്ന അധിഷ്ഠാന ദേവതകളാണ്. ശ്രീചക്രത്തിന്റെ അധിഷ്ഠാന ദേവതകളായിട്ടാണ്. അതിന്റെ ഓരോ കോണുകളും നാം വർണ്ണിക്കുകയുണ്ടായി അല്ലേ? ക്ഷിതൗ ഷഡ്പഞ്ചാശദ്വിസമധിക പഞ്ചാശതു. ആ നമ്പറുകളൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. 56 52 116 അതേപോലെ 62 136 കിരണങ്ങളെന്നും 72 ഇങ്ങനെ ഓരോ മൂലത്രികോണങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് നാം എല്ലാവരും ഇതിനു മുമ്പ് പഠിക്കുകയുണ്ടായി. അതെല്ലാം കൂടെ കൂട്ടി 360ഓളം അധിഷ്ഠാന ദേവതകളെന്നും ഒക്കെ നാം പറയുകയുണ്ടായി. അപ്പോ ഈ ഭവന കളഹംസം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറയുമ്പോൾ ആ കളഹംസം, ഭവനം എന്ന് പറയുന്ന ശബ്ദം ശ്രീചക്രത്തെ സൂചിപ്പിക്കുന്നു എന്നും, കളഹംസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശ്രീചക്രത്തിനോട് ചുറ്റുമുള്ള അല്ലെങ്കിൽ ശ്രീചക്രത്തിലുള്ള ആ ഹംസങ്ങളെ എന്താണ് അധിഷ്ഠാന ദേവതകളെ, അധിഷ്ഠാതങ്ങളായിരിക്കുന്ന ദേവതകളാണെന്നും, പിന്നീടോ പദന്യാസം എന്ന് പറയുന്ന അതിലെ ആ പദ ശബ്ദം എന്നുള്ളത് കൊണ്ട് സൃഷ്ടി എന്ന അല്ലെങ്കിൽ എന്താണ് പദന്യാസം എന്ന് പറയുന്ന 14 ലോകങ്ങളെയും കുറിക്കുന്നു എന്നാണ്. പദം എന്ന് പറയുന്ന 14 ലോകങ്ങൾ. പിന്നീടോ ന്യാസം എന്ന് പറയുന്നത് സൃഷ്ടി ആണ് എന്നും, ക്രീഡ എന്ന് പറയുന്നത് സ്ഥിതിയാണ് എന്നും, പരിചയം എന്ന് പറയുന്നത് സംഹാരമാണ് എന്നും. ഏതാണ്
പദന്യാസക്രീഡാ പരിചയമിവാരബ്ധു മനസാം. പദം എന്ന് പറയുന്ന 14 ലോകങ്ങൾ, ന്യാസ എന്ന് പറയുന്നത് സൃഷ്ടി ആണ് എന്ന്, ക്രീഡ എന്ന് പറയുന്നത് സ്ഥിതിയാണ്, പരിചയം എന്ന് പറയുന്നത് സംഹാരമാണ് എന്ന്. ആ സംഹാരങ്ങൾക്ക് അധിഷ്ഠാന ദേവതകളായിരിക്കുന്ന ആരൊക്കെയാണ്? സൃഷ്ടി എന്ന് പറയുന്ന ബ്രഹ്മാവ്, സ്ഥിതി എന്ന് പറയുന്ന മഹാവിഷ്ണു, സംഹാരം എന്ന് പറയുന്നത് ശിവൻ. ഇവരെല്ലാവരും തന്നെ ആ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടിയുള്ള എന്താണ് ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ശിക്ഷണം ദേവിയുടെ കാൽപാദങ്ങളെ അല്ലെങ്കിൽ ദേവിയുടെ കാൽപാദങ്ങളിൽ കിടന്ന്, നമ്മൾ ഇതിനു മുമ്പും പഠിച്ചു ദേവിയുടെ കാൽപാദങ്ങളിലാണ് ഇവരെല്ലാം വസിക്കുന്നത് എന്നൊക്കെ നാം പഠിച്ചു ഇല്ലേ? അവരുടെ കിരീടങ്ങൾ വരുമ്പോൾ ആ നീരാഞ്ജനം ഒഴിയുന്നത് പോലെ തോന്നുന്നു ഒക്കെ നാം ശ്ലോകങ്ങൾ പഠിക്കുകയുണ്ടായി. അപ്പോ ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ശിക്ഷണം ഹംസമന്ത്രം ഉരുവിട്ടുകൊണ്ട് ദേവിയുടെ കാൽപാദങ്ങളെ നിരന്തരമായി ധ്യാനിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഹംസമന്ത്രം എന്ന് പറഞ്ഞാൽ ഓം ഹംസം ഹംസ, ഇതാണ് ഓം ഹംസം ഹംസ, ഇതാണ് ഹംസമന്ത്രം. ഈ ഹംസമന്ത്രം നിത്യമായി പരിശീലിച്ചു കൊണ്ടിരുന്നാൽ, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ഇച്ഛാശക്തിയും ധ്യാനശക്തിയും ക്രിയാശക്തിയും ഉണ്ടാകുന്നു എന്നാണ് മാന്ത്രികന്മാരോ അല്ലെങ്കിൽ തന്ത്രവിദ്വാൻമാരും ഒക്കെ ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഏകാഗ്രത, ദേഹരക്ഷ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ വളരെ ഉത്തമമാണ്. അപ്പൊ ഈ ഹംസമന്ത്രം ജപിച്ചുകൊണ്ട് ത്രിമൂർത്തികള് സൃഷ്ടി സ്ഥിതി സംഹാരം ഇവയ്ക്ക് വേണ്ടിയുള്ള ശിക്ഷണം ദേവിയുടെ ആ നൂപുരധ്വനികളെ കൊണ്ട് അതിൽ നിന്നും ശിക്ഷണം നേടിക്കൊണ്ടേയിരിക്കുകയാണ് ദേവിയുടെ കാൽപാദങ്ങളെ എപ്പോഴും നമസ്കരിച്ചുകൊണ്ട് എന്നാണ്. അങ്ങനെ ആചാര്യന്മാരും പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ പല 2-3 രീതികളിൽ ഇതിനെ നാം ചിന്തിക്കേണ്ടതാണ്. അർത്ഥം മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമുക്കിനി ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. പദന്യാസക്രീഡാ പരിചയമിവാരബ്ധു മനസാ സ്കലന്തസ്തേ ഖേലം ഭവനകലഹംസാന ജഹതി അധസ്തേഷാം ശിക്ഷാം സുഭഗമണി മഞ്ജീരരണിതലാദാജക്ഷാണം ചരണകമലം ചാരുചരിതേ. ചൊല്ലി നോക്കാം. പദന്യാസക്രീഡാ പരിചയമിവാരബ്ധു മനസാ. കലന്തസ്തേ ഖേലം ഭവനകലഹംസാന ജഹതി അധസ്തേഷാം ശിക്ഷാം സുഭഗമണി മഞ്ജീരരണിത ചരണകമലം ചാരുചരിതേ. പദന്യാസക്രീഡാ പരിചയമിവാരബ്ധു മനസാ. കലന്തസ്തേ ഖേലം ഭവനകലഹംസാന ജഹതി അധസ്തേഷാം ശിക്ഷാം സുഭഗമണി മഞ്ജീരരണിത ഛലാദാജക്ഷാണം ചരണകമലം ചാരുചരിതേ. ഞാൻ ഈ 14ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു ശ്രീചക്രത്തില്. അപ്പൊ ഈ ശ്രീചക്രത്തിലെ കലകള് ത്രികോണങ്ങളായിട്ട് കാണാം. ഈ കലകൾ ദേവിയുടെ കടാക്ഷകോണുകളാണെന്നും ചന്ദ്രമണ്ഡല മധ്യക എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചപ്പോൾ പറയുണ്ടായി. 11ാമത്തെ ഒരു ശ്ലോകമാണ്. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞു വന്ന സുബേര് മധ്യശൃംഗസ്ഥ ശ്രീമൻ ശ്രീചക്രജാതിലയ എന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോ പഞ്ചബ്രഹ്മാസനസ്ഥിത എന്നെല്ലാം അതിനകത്ത് പറയുകയുണ്ടായി. ഞാനിത് ഈ ശ്ലോകം ഇപ്പോൾ കൂടെ ചൊല്ലിയപ്പോഴാണ് അത് ഓർമ്മ വന്നത്. അതിനകത്ത് ശ്രീചക്രത്തെ വർണ്ണിക്കുന്നു. നമ്മൾ 14ാമത്തെ ശ്ലോകത്തിൽ ശ്രീചക്രം പൂർണ്ണമായിട്ട് പറഞ്ഞിരിക്കുന്നു. അധിഷ്ഠാന ദേവതകളെയൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പരാശക്തി എങ്ങനെയായിട്ടാണ്? ചതുർഭി ശ്രീകണ്ഠൈ ശിവയുവതിഭി പഞ്ചഭിരഭി പ്രഭിന്നാഭി ശംഭോർനവഭിരഭി നവഭിരഭി മൂലപ്രകൃതിഭി ചതുശ്ചത്വാരിംശദ്വസുതള കലാശ്രത്രിവലയ രേഖാഭിസാർദ്ധം തവ ശരണകോണാപരിണത എന്നതാണ്. അപ്പോ വസു അഷ്ടവസുക്കള് എന്നർത്ഥം. വസുദളം, അഷ്ടദളങ്ങള്, കലാശത്രികോണം, 16 ദളങ്ങള്, ഇവയെല്ലാം നാം പറഞ്ഞു. പിന്നീടോ സത്വരജ തമോകളാകുന്ന 3 വലയങ്ങള്, അപ്പൊ 3 ഭൂപരങ്ങള്, ഈ രേഖകള്, 44 തത്വങ്ങള്, ഇവയൊക്കെ നാം പറയുകയുണ്ടായി. അപ്പൊ ഇതെല്ലാം ആ ദേവി ആ ബിന്ദു ത്രികോണത്തിൽ നിൽക്കും. ദേവി എവിടെയാണ്? ആ ബിന്ദു ത്രികോണത്തിലാണ്. അതാണ് ദേവിയുടെ വാസസ്ഥലം. അതിനു ചുറ്റും ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ അവരെയാണ് ഈ പറയുന്ന കളഹംസങ്ങൾ എന്ന് ചിന്തിക്കുന്നത്, ഭവന കളഹംസം എന്ന് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം എന്നുള്ളതാണ്. അപ്പൊ ആ ശ്ലോകം അർത്ഥം മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഈ ഹംസമന്ത്രം ഒക്കെ സാധാരണ യോഗ വിദ്വാൻമാർക്കാണ്. കാരണം ഏകാഗ്രത കിട്ടാനും യോഗ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അതൊക്കെ എക്സ്ട്രീം വളരെ വലിയ പ്രാക്ടീസാണ് അവർ നടത്തുന്നത്. ആ 91-ാമത്തെ ശ്ലോകം നമുക്ക് ഒന്നുകൂടെ ചൊല്ലി നോക്കാം. എന്നിട്ട് 92-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. പദന്യാസക്രീഡാ പരിചയമിവാരബ്ധു മനസാ. ചൊല്ലിക്കൊണ്ടേ. പദന്യാസക്രീഡാ പരിചയമിവാരബ്ധു മനസാ കലന്തസ്തേ ഖേലം ഭവന കലഹംസാന ജഹതി സ്കലന്തസ്തേ കേലം ഭവന കലഹംസാന ജഹതി അധസ്തേഷാം ശിക്ഷാം സുഭഗമണി മഞ്ജീരണിത അധസ്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരണിത ഫലാദാജക്ഷാണം ചരണകമലം ചാരുചരിതേ. ചരാചക്ഷാണം ചരണകമലം ചാരുചരിതേ. അത് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. നമുക്ക് 92-ാമത്തെ ശ്ലോകം ഒന്ന് ചിന്തിക്കാം. കഥാസ്തേ മഞ്ജത്വം ദ്രുഹിണ ഹരിരുദ്രേശ്വരഭൃത ശിവസ്വച്ഛായാ ഘടിത കപട പ്രച്ഛദപട ത്വദീയാനാം ഭാസാം പ്രതിഫലനരാഗാരുണതയാ ശരീരീ ശൃംഗാരോ രസൈവ ദൃശാം ദോഗ്ധികുതുകം. എന്താണ് ദോഗ്ധി കുതുകം? കണ്ണുകൾക്ക് കുതുകത്തെ ഉണ്ടാക്കുന്നതാണ്. കുതുകം ദോഗ്ധി. അപ്പൊ എന്താണത്? കുതുകം ദോഗ്ധി എന്താണ്? കണ്ണുകൾക്ക് കൗതുകത്തെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഗദാസ്ഥേ മഞ്ജത്വം ദ്രുഹിണ ഹരിരുദ്രേശ്വരഭൃത. എന്താണ് ദ്രുഹിണ ഹരി രുദ്രേശ്വരഭൃത? ഇത് ഈ വാക്ക് നമ്മൾ ഇതിനു മുമ്പും പഠിക്കുകയുണ്ടായി അല്ലേ? ദ്രുഹിണ ഹരിരുദ്രേശ്വരഭൃത. ദ്രുഹിണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ഹരി സാക്ഷാൽ വിഷ്ണു അല്ലേ? പിന്നീടോ രുദ്രൻ, പിന്നീട് ഈശ്വരഭൃതൻ എന്നാണ് പറയുന്നത്. ഈശ്വരൻ എന്നീ ഭൃതൻ എന്ന് പറഞ്ഞാൽ ഭൃത്യന്മാര്, ദേവിയുടെ ഭൃത്യന്മാരായിരിക്കുന്ന ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഈശ്വരൻ എന്ന് ഈ പ്രപഞ്ചത്തിന് എല്ലാം ആധികാരികമായിരിക്കുന്ന പഞ്ചയത്നങ്ങളിലെ 4 യത്നങ്ങൾക്കും മൂർത്തിമദ്ഭാവങ്ങളായിരിക്കുന്ന ഈശ്വരന്മാര്, ചതുർമൂർത്തികളാണ്. അവരെയാണ് ദ്രുഹിണ ഹരിരുദ്രേശ്വരഭൃത എന്ന് പറയുന്നു. അവരെന്താണ്? ഗദാസ്ഥേ മഞ്ജത്വം. തേ മഞ്ജത്വം ഗദ എന്നാണ്. തേ അല്ലയോ അമ്മേ നിന്തിരുവടിയുടെ മഞ്ജത്വം എന്ന് പറഞ്ഞാലോ കട്ടിലായിട്ട്. മഞ്ജം എന്ന് പറഞ്ഞാൽ കട്ടില്, മഞ്ജത്വം. ഇതിനു മുമ്പ് നാം പഠിച്ചു. നമ്മൾ ഏത് ശ്ലോകത്തിലാണ്? എനിക്ക് തോന്നുന്നത് അതെ, അത് തന്നെ. അത് തന്നെ 8-ാമത്തെ ശ്ലോകത്തില് അതെ അത് തന്നെ. അത് തന്നെ ചൊല്ലിക്കോളൂ. അത് കാണാൻ എനിക്കറിയില്ല.
മണിദ്വീപേ നീപോ പവനപതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ജേ പരമശിവ പര്യങ്ക നിലയാം ഭജന്തി ത്വാം ധന്യാ കതിജനചിതാനന്ദലഹരീ. അപ്പൊ എന്താണ് അതിൽ തന്നെ പറയുന്നു, ശിവാത്മകമായിരിക്കുന്ന ചൈതന്യ സ്വരൂപമായിരിക്കുന്ന കട്ടിലിൽ എന്നാണ്. ഓക്കെ, അപ്പൊ ആ കട്ടിലിലാണ് ദേവി ഇവിടെ വസിക്കുന്നത്. അപ്പൊ അത് നേരത്തെയും പറഞ്ഞു, ദ്രുഹിണഹരി രുദ്രേശ്വര ഭൃത. ദ്രുഹിണൻ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നിരിക്കുന്ന ഭൃത്യന്മാര് തേ മഞ്ചത്വം നിന്തിരുപടിയുടെ മഞ്ചതയെ ഗതാ. ഗതാ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ പ്രാപിച്ചിരിക്കുന്നു. അപ്പം ഗതാസ്ഥേ മഞ്ചത്വം ദ്രുഹിണ ഹരി രുദ്രേശ്വര ഭൃത. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഈശ്വരൻ എന്നിങ്ങനെ ഇരിക്കുന്ന ആ അധികാരികളായിരിക്കുന്ന ആ ചതുർമൂർത്തികള്, അല്ലയോ അമ്മേ, അമ്മയുടെ മഞ്ചാവസ്ഥയെ കട്ടിലിന്റെ കാലുകളായിട്ട് പ്രാപിച്ചിരിക്കുന്നു. കട്ടിലിന്റെ കാലുകൾ എന്ന പോലെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ കട്ടിലിന്റെ കാലുകളാണ്. അമ്മ എവിടെയാണോ ഇരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനു മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ശിവാകാരേ മഞ്ചേ എന്നിപ്പോ പറഞ്ഞില്ലേ 8ാമത്തെ ശ്ലോകത്തില്. അപ്പൊ ആ മഞ്ചത്തില് ശിവനാണ് ആ തട്ടം അല്ലേ, ആ ഇരിക്കുന്ന പലക ശിവനായിട്ടാണ് അതിനകത്ത് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഗതാസ്തേ മഞ്ചത്വം ദ്രുഹിണ ഹരിരുദ്രേശ്വര ഭൃത ശിവസ്വച്ഛായ ഘടിത കപട പ്രച്ഛദപദ എന്നാണ് ശിവ. അപ്പൊ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ആ മംഗളകാരിയായിരിക്കുന്ന സാക്ഷാൽ അതാണ് ശിവ എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ മംഗളകാരനായിരിക്കുന്ന ജ്ഞാനസ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ പരമശിവൻ. ഇവിടെ ജ്ഞാനസ്വരൂപൻ എന്നെടുത്ത് പറയുവാൻ കാരണം ആ നിർമ്മലമായ കാന്തി എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിർമ്മലമായ കാന്തി? സ്വച്ഛായ ഘടിത കപട പ്രച്ഛദപദ. പട എന്നാണ്. എന്താണ് ഈ കപടം എന്ന് പറയാൻ? സ്വച്ഛായ ഘടിത കപട പ്രച്ഛദപദ. ആ നിർമ്മലമായിരിക്കുന്ന കാന്തി കൊണ്ട് ശരീരം മുഴുവൻ അത് അങ്ങനെയുള്ള അത്രയുള്ള തേജസ്സാണ്. ആ വെളുത്ത ശുഭ്രകാന്തിയാണ്. അത് ഒരു പുതപ്പ് പോലെ, അല്ലെങ്കിൽ പുതപ്പ് എന്ന കാപട്യം, അല്ലെങ്കിൽ പുതപ്പ് എന്ന വ്യാജേന ആണ്. ആ അജ്ഞാനമാണ്. അപ്പം മുഴുവൻ ജ്ഞാനമാകുന്ന ആ വെളിച്ചം, അതാണ് ആ സാക്ഷാൽ പരമശിവന്റെ പുതപ്പ്. അങ്ങനെ അത് പുതപ്പ് പോലെ കാപട്യത്താൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീടോ അവ നിർമ്മലമായിരിക്കുന്ന ആ കാന്തിയോട് കൂടിയിരിക്കുന്ന ശിവസ്വച്ഛായ ഘടിത കപട പ്രച്ഛദപട ത്വദീയാനാം ഭാസാം പ്രതിഫലനരാഗാരുണതയാ ത്വദീയാനാം. ത്വദീയം അമ്മയുടെ ഭാസാം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ആ കാന്തി കൊണ്ട്, ഭാസം കൊണ്ട്, അമ്മയുടെ കാന്തികൾ കൊണ്ട്, അമ്മയുടെ കാന്തി കൊണ്ട്, അല്ലെങ്കിൽ എന്തായി വരുന്നു? പ്രതിഫലനരാഗാരുണതയാ, അല്ലെങ്കിൽ അമ്മയുടെ ആ കാന്തി കൊണ്ട് നിന്നും അമ്മയ്ക്ക് അരുണ നിറമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാന്തിയിൽ നിന്നും ഉണ്ടാകുന്ന കാന്തി പ്രതിഫലിച്ചിട്ട് ചെറിയ ചുവന്ന നിറമായിട്ട് മാറുന്നു. അതെന്താണ്? രാഗാരുണിമയാൽ എന്നാണ്. ശൃംഗാരരസത്തെയാണ് ചുവപ്പ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ ശരീരീ ശൃംഗാരോ രസൈവ എന്ന് പറഞ്ഞു. ശരീരീ ശൃംഗാരോ രസൈ. അപ്പോ ശൃംഗാരരസം ശരീരത്തിൽ സ്വീകരിച്ചിരിക്കുന്ന പോലെ ശിവൻ. അപ്പൊ വെളുത്ത, അപ്പൊ ദ്രുഹിണ, ഹരി, രുദ്രേശ്വരൻ ഇവര് 4 പേരും കട്ടിലിന്റെ കാലായിട്ട് നിൽപ്പുണ്ട്. അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആ 4 മൂലയ്ക്കും പരിധി വച്ചിരിക്കുന്നത് പോലെ ഇരിപ്പുണ്ട്. ശിവനാണെങ്കിലോ ഇരിക്കുന്ന ഒരു കപടം പോലെ, ഒരു നല്ല വെളുത്ത, അത്രയും ശിവന്റെ കാന്തി അവിടെ ഒരു പുതപ്പ് പോലെ. അതാണ് ഇവിടെ കപട പ്രച്ഛദപട എന്ന്, ഒരു വെളുത്ത വിരിപ്പിട്ടിരിക്കുന്നത് പോലെ അതുണ്ട്. പക്ഷെ അതിൽ ഇരിക്കുന്നതോ സാക്ഷാൽ ഭഗവതി. അങ്ങനെ ആ ഭഗവതി അതിൽ ഇരിക്കുമ്പോൾ ത്വദീയാനാം ഭാസാം, അമ്മയുടെ ആ കാന്തി കൊണ്ട്, ആ കാന്തിയുടെ പ്രതിഫലനരാഗാരുണതയാം, പ്രതിഫലിക്കുന്ന ആ അരുണിമയിൽ, ചെറിയ ചുവപ്പ് കളറ്, രാഗാരുണിമയാൽ ആ സ്നേഹത്തിന്റെ ആ ചുവപ്പ് നിറത്തോടുകൂടി. അപ്പം സ്നേഹത്തിന് ചുവപ്പാണ് നിറം, അല്ലെങ്കിൽ പ്രേമത്തിന് ചുവപ്പാണ് നിറം എന്നും കൂടി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. രാഗ ശൃംഗാര എന്താണ്? ശരീരീ ശൃംഗാരോ രസ ഇവ ദൃശം ദോഗ്ധി കുതുകം. ശൃംഗാരരസം ശരീരം സ്വീകരിച്ചതിന് പോലെയാണ്. അതെന്താണ്? ദൃശാം എന്ന് പറഞ്ഞാൽ കണ്ണുകൾക്ക്, ദോഗ്ധി കുതുകം, കുതുകം ദോഗ്ധി, കണ്ണുകൾക്ക് കുതുകം നൽകുന്നു എന്നാണ്. അപ്പോ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, പിന്നീടോ
അനുഗ്രഹം സാക്ഷാൽ മംഗളകാരകനായിരിക്കുന്ന ശിവ എന്ന് പറഞ്ഞു. അപ്പം സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം ഇവയെല്ലാം അധികാരികളായിരിക്കുന്ന യോഗിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാവ്, വിഷ്ണു, ശിവേശ്വരന്മാര്, ഇവരെല്ലാം ആജ്ഞാശക്തിയുള്ള ഈശ്വരന്മാരാണ്. അവർ അമ്മയോട് താതാത്മ്യം ആഗ്രഹിച്ചുകൊണ്ട് അമ്മയുടെ മഞ്ചത്തിന്റെ 4 കാലുകളായിട്ട് പരിണമിച്ചിരിക്കുന്നു എന്നാണ്. പിന്നീടോ ആ ജ്ഞാനാത്മകമായിരിക്കുന്ന സാക്ഷാൽ പരമശിവൻ ദേവിയുടെ പരിണാമമാണ്. നമ്മെ ശിവശക്തിയായുക്ത എന്ന് പറഞ്ഞു. ശിവയില്ലെങ്കിൽ ശിവനില്ല എന്നൊക്കെ നാം പഠിക്കുകയുണ്ടായി. അപ്പൊ ശക്തി സ്വരൂപിണിയായ ഭഗവതിയുടെ കട്ടിലിന്റെ ആ പലക അല്ലെങ്കിൽ ആ പുതപ്പായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പൊ എന്താണ് നമ്മള് ലളിതാ സഹസ്രനാമം തീർക്കുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലുന്നു എന്തില്ലേ? ശിവശക്തി ഐക്യരൂപണ്യേ ശ്രീ ലളിതാംബികായേ നമ എന്ന് ചൊല്ലുന്നു. അപ്പൊ ശിവശക്തി ഐക്യരൂപിണ്യേ എന്നാണ്. അപ്പൊ ദേവിയും ഭഗവതിയും അമ്മയും ശിവനും ഐക്യരൂപേണ ഇരിക്കുന്ന ഒരവസരമാണ്. അപ്പോ അദ്വൈത ഭാവനയിലെ ശിവശക്തികളുടെ ഒരു സമ്മേളനമാണ് സാക്ഷാൽ ശങ്കരാചാര്യസ്വാമികൾ ഇവിടെയും മനോഹരമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ചൊല്ലി, അപ്പൊ ഇത് ഇപ്പം 2 ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലിയല്ലോ, 8-ാമത്തെയും അതേപോലെ തന്നെ 11-ാമത്തെ ശ്ലോകമൊക്കെ ചൊല്ലി. സത്യത്തില് ഇത് തന്ത്രശാസ്ത്രപരമായിരിക്കുന്ന ദേവിയുടെ ഒരു മഞ്ചത്തെയാണ്. അപ്പൊ ഈ കഴിഞ്ഞ 2 ശ്ലോകങ്ങളും ആദ്യം ശ്രീചക്രത്തെ കുറിക്കുന്നു, ഭവനകളഹംസം എന്ന് നാം പറയുകയുണ്ടായി. രണ്ടാമത്തെ ഇപ്പം 92-ാമത്തെ ശ്ലോകം ചിന്തിക്കുമ്പോൾ അതും തന്ത്രശാസ്ത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരു ദേവീ മഞ്ചത്തെയാണ് ഇവിടെ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ദേവി അരുളുന്ന ആ മഞ്ചത്തിന്റെ 4 കാലുകളായിട്ട് അല്ലെങ്കിൽ 4 മൂലയ്ക്കായിട്ട് പരിധികളെ പോലെ ബ്രഹ്മ, വിഷ്ണു, മഹേഷ്, രുദ്രൻ, ഈശ്വരൻ എന്നിവർ ഇരിക്കുന്നു. ആ ദേവിയുടെ മഞ്ചത്തിന്റെ ആ വിരിപ്പ് ശുഭ്രവർണ്ണനായിരിക്കുന്ന സാക്ഷാൽ പരമശിവൻ, സദാശിവൻ, അദ്ദേഹത്തിന്റെ ആ കാന്തി കൊണ്ട്, ധവള ജ്യോതിസ് കൊണ്ട് അതെന്താണ് ഒരു പുതപ്പായിട്ട് അവിടെ ഇരിക്കുന്നു എന്നാണ്. അതിനെയാണ് എന്താണ് വിളിച്ചത് ഇവിടെ? സ്വച്ഛായ ഘടിത കപട പ്രച്ഛതപട എന്നാണ്. കപടമായിരിക്കുന്ന ഒരു ആച്ഛാദന വസ്ത്രം. ആച്ഛാദനം നമ്മൾ കർട്ടൻ എന്ന് പറയില്ലേ, അല്ലെങ്കിൽ വിരിപ്പ് എന്നുള്ള അർത്ഥം. അങ്ങനെയുള്ള ഒരു പുതപ്പ് പോലെ അവിടെ ഇരിക്കുന്നത്, പക്ഷേ അല്ലെങ്കിൽ ആ മഞ്ചത്തിന്റെ പലകയായിട്ട് ഇരിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. പക്ഷെ ആ വിരിപ്പിന്മേൽ വിരാജിച്ച് അരുളുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവതിയാണ്. അപ്പൊ ആ ലോകമാതാവിന്റെ പ്രതിഫലന രാഗാരുണതയാ ലോകമാതാവിൽ നിന്നുണ്ടാകുന്ന എന്താണ് പ്രതിഫലിക്കുന്നത്? ബാലാർക്ക കോടി എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു. എന്താണ്? അരുണിമ വർണ്ണം. അനേകം ആദിത്യന്മാരുടെ 1000 ആദിത്യന്മാരുടെ അരുണകിരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാന്തികൾ കൊണ്ട് ദേവിക്ക് ചുവപ്പ് നിറമുണ്ടാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ചുവപ്പ് നിറം പ്രസരിപ്പിക്കുന്ന കാന്തി, ആ കാന്തി പ്രസരിപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രതിഫലനത്തിന് സദാശിവന്റെ ആ സ്വച്ഛമായിരിക്കുന്ന വർണ്ണവും എന്താണ്? അരുണിമയായി തീർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ശങ്കരാചാര്യസ്വാമികൾ. പിന്നെ അത് മാത്രമല്ല, ശരീരീ ശൃംഗാരോ രസൈവ ദൃശാം ദോഗ്ധി കുതുകം എന്നാണ്. അപ്പൊ ശൃംഗാരരസം മൂർത്തിമത്തായിട്ട് നിൽക്കുന്നത് അത് ചുവപ്പാവുന്നു എന്നുള്ളതാണ്. അപ്പൊ അരുണിമ വർണ്ണം അത് ശൃംഗാരരസത്തിനെ കൂടെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ദേവിയുടെ നേത്രങ്ങൾക്ക് ഇത് കൗതുകമായിട്ട് ഭവിക്കുന്നു. അപ്പൊ ദേവി പഞ്ചബ്രഹ്മാസനത്തില് സദാശിവനായി ആ പഞ്ചബ്രഹ്മാസനത്തില്, അതാണ് പഞ്ചന്മാര് പറഞ്ഞല്ലോ, 4, 1, 5 പഞ്ചബ്രഹ്മാസന സ്ഥിത എന്ന് നാം പഠിച്ചു ഇല്ലേ? ലളിതാസനത്തിൽ നാം പറയുന്നത് പഞ്ചബ്രഹ്മാസന സ്ഥിത എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പഞ്ചബ്രഹ്മാസനത്തിൽ സദാശിവനായിരിക്കുന്ന ആ പലകയിൽ ശൃംഗാരരസലയായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ഇത് തന്നെയാണ് സുധാസാരയ സിന്ധൂർ എന്നുള്ള ആ ശ്ലോകത്തിൽ 8-ാം ശ്ലോകത്തിലും പറഞ്ഞു തന്നിരിക്കുന്നത്. അത് മനസ്സിലായി എന്ന് തോന്നുന്നു. ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. ഗദാസ്തേ മഞ്ജത്വം ദ്രുഹിണ ഹരിരുദ്രേശ്വരഭൃത ശിവസ്വച്ഛായ ഘടിത കപട പ്രച്ഛതപട തുദീയാനാം ഭാസാം പ്രതിഫലന രാഗാരുണതയാം ശരീരീ ശൃംഗാരോ രസൈവ ദൃശാം ദോഗ്ധികുതുകം. ചൊല്ലി നോക്കാം. ഗതാസ്തേ മഞ്ജത്വം ദ്രുഹിണ ഹരിരുദ്രേശ്വരഭൃത ശിവസ്വച്ഛായ ഘടിത കപട പ്രച്ഛതപട
ശിവസ്വച്ഛായ കടിതകപട ത്വദീയാനാം പ്രതിഫലന രാഗാരുണതയാ പ്രതിഫലനരാഗാരുണതയാ ശരീരീ ശൃംഗാരോ രസൈവ ദൃശാം ദുഗ്ധികുതുകം അതിന്റെ അർത്ഥം മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അതല്ലെങ്കിൽ ആരൊക്കെയാണ് ഇത് വായിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചൊല്ലാൻ പറ്റുന്നത് എന്ന് നോക്കി ഒന്ന്. ഉണ്ണികൃഷ്ണൻ സാർ എന്താ പറയുന്നത്? ചൊല്ലിക്കോളൂ ജയശങ്കര. പദന്യാസ ക്രീഡാ പരിചയമിവാരപ്തു മനസ സ്കലന്തസ്തേ ഖേലം ഭവന കളഹംസാന ജഹതി അതസ്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരരണിത ചലാദാചക്ഷാണം ചരണകമലം ചാരുചരിതേ ഗതാസ്തേ മഞ്ചത്വം ദ്രുഹിണഹരിരുദ്രേശ്വരഭൃത ശിവസ്വച്ഛായ ഖടിതകപട പ്രച്ഛദപട ത്വദീയാനാം ഭാസാം പ്രതിഫലനരാഗാനുരണതയാ ശരീരി ശൃംഗാരോ രസൈവ ദൃശാം ദോക്തി കുതുകം. പ്രതിഫലന രാഗാരുണതയാന്നാണ്. അരുണതയാണ് പ്രതിഫലന രാഗം. അരുണത ചുവപ്പ് വർണ്ണം. അവിടെ ഒരു അഡീഷണൽ വന്നോന്ന് സംശയം സാറ് ചൊല്ലിയപ്പോ. അപ്പൊ പ്രതിഫലിക്കുന്നു ആ രാഗത്തോടു കൂടി. അത് ആ അരുണിമ. അപ്പൊ അതാണ് പ്രേമത്തിന്റെ രാഗം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അരുണിമ ചുവപ്പ് നിറം. നീ ആരാണ്? ചൊല്ലുന്നുണ്ടോ? പദന്യാസ ക്രീഡാ പരിചയമിവാരബ്ധു മനസാ സ്കലന്തസ്തേ ഖേലം ഭവനകളഹംസാന ജഗതി അധസ്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരരണിതാ ചലാദാചക്ഷാണം ചരണകമലം ചാരുചരിതേ ഗതാസ്തേ മഞ്ജത്വം ദ്രുഹിണഹരിരുദ്രേശ്വരഭൃത ശിവസ്വച്ഛായ ഖടിതകപട പ്രച്ഛദപട ത്വദീയാനാം ഭാസാം പ്രതിഫലനരാഗാരുണതയാ ശരീരീ ശൃംഗാരോ രസൈവ ദൃശാം ദോക്തി കുതുകം. അടുത്ത ആരാണ് മുന്നോട്ട് വരുന്നത്? അടുത്തത് ഞാൻ. പദന്യാസ ക്രീഡാ പരിചയമിവാരബ്ധു മനസ സ്ഖലന്തസ്തേ ഖേലം ഭവനകലഹംസാന ജഹതി അധസ്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരരണിത ഛലാദാചക്ഷാണം ചരണകമലം ചാരുചരിതേ ഗതാസ്തേ മഞ്ജത്വം ദ്രുഹിണഹരിരുദ്രേശ്വരഭൃത ശിവസ്വച്ഛായാ ഖടിത കപട പ്രച്ഛദപടാ ത്വദീയാനാം ഭാസാം പ്രതിഫലന രാഗാരുണതയാ ശരീരീ ശൃംഗാരോ രസ ഇവ തൃശാം ദോക്തി കുതുകം. അടുത്തത് ആരാണ് മുന്നോട്ട് വരുന്നത്? അടുത്ത് ഞാൻ. പദന്യാസ ക്രീഡാ പരിചയമിവാരബ്ധു മനസാ സ്കലന്തസ്തേ ഖേലം ഭവനകലഹംസാന ജഹതി അധസ്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരരണിത ഛലാദാചക്ഷാണം ചരണകമലം ചാരുചരിതേ
गतस्ते मञ्चत्वं द्रुहिणहरिरुद्रेश्वरभृतः शिवस्वच्छाच्छाया घटितकपटप्रच्छदपदः त्वदीयानां भासां प्रतिफलनरागारुणतया शरीरी शृङ्गारो रसैवादृशां दोग्धिकुतुकम्. വളരെ മനോഹരമായി അവിനാശ്. അടുത്തതാരാണ്? സജിന സജന. സജിന പദന്യാസക്രീഡാ പരിചയമിവാരത് മനസാ സ്കലന്തസ്തേ ഖേലം ഭവനകലഹം സാ ന ജഹതി അതസ്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരരണിതാ ഛലാദാ ചക്ഷാണം ചരണകമലം ചാരുചരിതേ ഗതസ്തേ മഞ്ജത്വം ദ്രുഹിണഹരിരുദ്രേശ്വരഭൃത ശിവസ്വച്ഛായാ ഘടിത കപടപ്രച്ഛദപഠം ത്വദീയാനാം ഭാസാം പ്രതിഫലനരാഗാരുണതയാ ശരീരീ ശൃംഗാരോ രസൈവ ശാന്തോക്തികുതുകം. മനോഹരമായി. അടുത്തതാരാണ്? മടിച്ചു നിൽക്കേണ്ടതില്ല, ആരാണെന്ന് വെച്ചാൽ മുന്നോട്ട് വന്നോളൂ. ലീല ചേച്ചി, അമ്മ. ജ്യോതിഷം 9 മണിയായി, ഇനി അവർക്കൊക്കെ തിരക്കുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ചൊല്ലാം. ആ, പദന്യാസക്രീഡാം പരിചയമേവാരബ്ധു മനസാം കലന്തസ്തേ ഖേലം പവനകളഹംസാന ജഗതി അധസ്തേഷാം ശിഷ്യാം സുഭഗമണിമഞ്ജീര രണിതാം ചലാദാ ചക്ഷാണം ചരണകമലം ചാരുചരിതേ ഗതാസ്തേ മഞ്ജത്വം ദ്രുഹിണഹരിരുദ്രേശ്വരവൃതാം ശിവസ്വച്ഛായാ ഘടിതകപടപ്രച്ഛദപടാം ത്വദീയാനാം ഭാസാം പ്രതിഫലനരാഗാരുണതയാം ശരീരീ ശൃംഗാരോ രസ ഇവ ദൃശാം ദോക്തികുതുകം. നന്നായി. ജയശങ്കര. ജയശങ്കര. സുരേഷ് ഏട്ടൻ. ഓക്കെ. അപ്പൊ ചേട്ടാ, നമുക്ക് ഇന്നത്തെ ജ്യോതിഷ ചൊല്ലി അങ്ങ് അവസാനിപ്പിച്ചോണ്ട് 2 ശ്ലോകങ്ങളും ജ്യോതിഷം ഒന്ന് ചൊല്ലി 91ഉം 92ഉം ജ്യോതിഷം ഒന്ന് ചൊല്ലി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിക്കോട്ടെ. പരിചയമിവാരബ്ധു മനസാ കലന്തസ്തേ ഖേലം ഭവനകലഹംസാന ജഹതി അധസ്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരരണിത ചലാതാ ചക്ഷാണം ചരണകമലം ചാരുചരിതേ ഗതാസ്തേ മഞ്ജത്വം ദ്രുഹിണഹരിരുദ്രേശ്വരഭൃത ശിവസ്വച്ഛായാ ഘടിതകപട പ്രച്ഛദപട ത്വദീയാനാം ഭാസാം പ്രതിഫലനരാഗാരുണതയാ ശരീരി ശൃംഗാരോ രസൈവ ദൃശാബ്ദോക്തികുതുകം. ജയശങ്കര. രാഗാരുണതയ, അരുണത രാഗം അല്ലേ? രാഗാരുണതയ, അരുണതയാണ്. പ്രതിഫലനരാഗാരുണതയാ. അവിടെ സത്യത്തിൽ നമ്മുടെ ഒരു മ്യൂസിക്കൽ അല്ലെങ്കിൽ രാഗം വരുന്നതുകൊണ്ട് രാഗാരുണതയ, അരുണതാണ്, അരുണവർണ്ണം, അരുണൻ, സൂര്യന്റെ കിരണങ്ങൾ, അതാണ് അരുണത എന്ന് പറഞ്ഞാൽ. അരുണൻ വർണ്ണം രാവിലെ എന്താണ് നമ്മുടെ ഹൊറൈസണിൽ വരുന്ന നല്ല അരുണിമയുണ്ടല്ലോ, ആ നിറമാണ് ആ ചുവപ്പ്. അരുണതയാണോ അല്ലെ? രാഗ അരുണതയ. രാഗവുമുണ്ട്. ആ രാഗം എന്ന് പറയുന്നത് ഇവിടെ പ്രേമഭാവമാണ്. അപ്പൊ ഭഗവതിയുടെ ആ വെളിച്ചം അതെന്താണ് ഇവിടെ പടം എന്നാ പറഞ്ഞ കപട പ്രച്ഛദ പടം എന്ന് പറഞ്ഞാൽ അവിടെ വസ്ത്രത്തെയാണ്. പിന്നീട് കപടമായിട്ടുള്ള വേഷം, കാന്തി എന്നുള്ളത്
ഭഗവാന്റെ കാന്തി കൊണ്ടാണ് വെളുത്തിരിക്കുന്നത്. പക്ഷെ അത് ദേവിക്കൊരു പുതപ്പ് എന്നുള്ള ഇതായിട്ടാണ് അവിടെ, അതാണ് കപടം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പടമായിട്ട് ഒന്നുകിൽ പലക അല്ലെങ്കിൽ ആ മഞ്ചത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ കട്ടിലായിട്ട് ഉപയോഗിച്ചാൽ ആ 4 കാല് ആയി, അതിൻ്റെ മേളിൽ ഉള്ള പലകയായി. അതല്ല 4 മൂലക്കീശ്വരന്മാരിരിക്കുകയാണെങ്കിൽ ഇതൊരു പുതപ്പായി. അങ്ങനെ ചിന്തിക്കാം, പല രീതിയിൽ ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് പ്രേമഭാവത്തെ കൂടെ കാണും, ദേവിയുടെ ആ നിറം കൂടെ വരുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പും ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു, എനിക്ക് സംശയമുണ്ട്, ദേവി എന്താണ് സാക്ഷാൽ പരമശിവന്റെ പകുതിയാണ്, പക്ഷെ മുഴുവൻ തന്നെ കവരുന്നുണ്ടോ എനിക്ക് സംശയം എന്നൊക്കെ ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിലൊക്കെ നാം പഠിക്കുകയുണ്ടായി അല്ലേ. അപ്പോൾ എനിക്ക് തോന്നി ഇനി നമ്മൾ തീരാറായിരിക്കുന്നു. നമ്മൾ 92 ശ്ലോകങ്ങൾ എത്തിയപ്പോൾ 100 ശ്ലോകങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊന്ന് വൃത്തിയായിട്ട് വീണ്ടും ഒന്നുകൂടെ നോക്കണം. പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ ഒന്ന് വീണ്ടും ഒന്ന് പതുക്കെ ഒന്ന് റിവിഷൻ തുടങ്ങിക്കോളൂ, ഒന്ന് ശീലിക്കാൻ, വായിക്കാൻ പാകത്തിന്. പിന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് അപ്പം നിവാരണം ചെയ്ത് പോവുകയും ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. ജയശങ്കര. വളരെ സന്തോഷം ചേട്ടാ. തീർച്ചയായിട്ടും കഴിഞ്ഞ 44 സെഷനിലായി 92ഓളം ശ്ലോകങ്ങൾ നമ്മൾ ഇതുവരെയായി മനനം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 8 ശ്ലോകങ്ങൾ, കാരണം ഇത് പറയാനുള്ള കാരണം വരുന്ന മെയ് 2-ാം തീയതി ആചാര്യസ്വാമികളുടെ ജയന്തി ആഘോഷം നമ്മൾ ഈ വർഷം പത്തനംതിട്ട ശാന്താനന്ദ ഋഷിജ്ഞാന സാധനാലയത്തിൽ വെച്ച് നടത്തുകയാണ്. അപ്പം അതിനു മുമ്പായി തന്നെ നമുക്ക് ഈ 100 ശ്ലോകങ്ങളും പഠിക്കുകയും തുടർന്നുള്ള റിവിഷനിലും കൂടെ നമുക്കിത് അവിടെ അവതരിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് ഇത് മനനം ചെയ്യാൻ സാധിക്കാൻ ദേവി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരുടെയും അറിയിപ്പിലേക്കായിട്ടാണ് നമ്മുടെ ശങ്കരപഥം എന്നുള്ളൊരു യാത്ര നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്, ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. അത് ഏപ്രിൽ മാസം 2-ാം തീയതി കാലടി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ഒരു പരിപാടിയാണ്. ശങ്കരാചാര്യ സ്വാമികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ഷേത്രങ്ങളും സ്തൂപങ്ങൾ, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഇല്ലം, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു പരിപാടിയാണ്. താല്പര്യമുള്ള വ്യക്തികൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഏത് ഗ്രൂപ്പിലാണെങ്കിലും അതിൻ്റെ ഒരു അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൂടെ ഉൾപ്പെടുത്തുന്നതാണ്. 1200 രൂപയാണ് ആ ഒരു ദിവസത്തെ യാത്രയ്ക്കായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർ ദയവായി അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. എല്ലാവർക്കും ജഗദീശ്വരിയുടെ കാരുണ്യകടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖനോ ഭവന്തു. ജയശങ്കര. 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 ഇന്നത്തേതും